രാജ്ഭവനിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബ ചിത്രം ഒഴിവാക്കി. രാജ്ഭവൻ പുറത്തിറക്കുന്ന ജേണൽ രാജഹംസയുടെ പ്രകാശനത്തിനായിട്ടാണ് പിണറായി വിജയൻ രാജ്ഭവനിലെത്തിയത്. ശശി തരൂർ എംപിക്ക് ആദ്യ പ്രതി നൽകിയാണ് മുഖ്യമന്ത്രി ഈ ജേണൽ പ്രകാശനം ചെയ്തത്. വിവാദങ്ങൾക്ക് ശേഷം രാജ്ഭവനിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ച് പങ്കെടുക്കുന്ന ആദ്യ പരിപാടി കൂടിയാണിത്. സത്യപ്രതിജ്ഞകൾ ഒഴികെയുള്ള ചടങ്ങുകളിൽ ഭാരതാംബ ചിത്രം പ്രദർശിപ്പിക്കാനായിരുന്നു രാജ്ഭവന്റെ നേരത്തെയുള്ള തീരുമാനം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, സുപ്രധാനമാണ്. സർക്കാരും ഗവർണറും തമ്മിൽ ഉള്ള പുതിയ അനുനയം അതാണ് പ്രകടമാകുന്നതെന്ന് മനസ്സിലാക്കാം, അല്ലേ? എന്താണ് അവിടെ സംഭവിച്ചത്? ഭാരതാംബ ചിത്രം ഒഴിവാക്കുമെന്ന ഉറപ്പ് നേരത്തെ സർക്കാരിന് ലഭിച്ചിരുന്നു. സജിത്ത്, ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഈ ചടങ്ങ് നടക്കുകയെന്ന് മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന വേദിയിൽ രാജഹംസം ജേണലിന്റെ പ്രകാശന ചടങ്ങ് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം എംപി കൂടിയായ ശശി തരൂരിന് ആദ്യ പ്രതി കൈമാറിക്കൊണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ ആശംസാ പ്രസംഗത്തിലാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചാലും അതിനെ ജനാധിപത്യപരമായി ഉൾക്കൊള്ളുക എന്നതാണ് ജനാധിപത്യത്തിന്റെ ശൈലി. അതുകൊണ്ട് തന്നെ ഈ ജേണലിന്റെ 29-30 പേജുകളിൽ ഉൾപ്പെടെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉള്ള വിമർശനങ്ങൾ, അതായത് ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച കൃത്യമായ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗവർണറുടെ നിയമോപദേഷ്ടാവാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അത് സർക്കാരിന്റെ നയമല്ല, അത് ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ അഭിപ്രായങ്ങളാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനെ ഒരിക്കലും സർക്കാർ നയമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. എങ്കിലും ഈ പ്രസിദ്ധീകരണത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ചടങ്ങിൽ, പ്രകാശന ചടങ്ങിൽ താൻ പങ്കെടുക്കുന്നത് ജനാധിപത്യം വിവിധ ആശയങ്ങളുടെ സംവേദന വേദി കൂടിയാണ്, അതുകൊണ്ട് ആണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു. എന്തായാലും ഗവർണർ മുഖ്യമന്ത്രിയെ പൊന്നാട അണിയിച്ചുകൊണ്ടാണ് ഈ ആശംസാ പ്രസംഗത്തിന് ശേഷം ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ നടന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഭാരതാംബ വിവാദം രാജ്ഭവനും സർക്കാരും നടക്കുന്ന ഏറ്റുമുട്ടലിലേക്ക് നയിച്ച് ഒരു മഞ്ഞുരുക്കലിലേക്ക് വഴിമാറുന്ന തലത്തിലേക്ക് ഈ നിലവിലെ സാഹചര്യം എത്തിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. മുഖ്യമന്ത്രിക്ക് പുറമെ ശശി തരൂർ എംപിയും സമാനമായ തരത്തിൽ ഈ ലേഖനത്തിന്റെ ഈ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട്, അതായത് രാജ്ഭവനിൽ നിന്ന് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ഇൻ ഹൗസ് ജേണൽ പുറത്തിറങ്ങുന്നത്. അത് ഏത് തരത്തിലായിരിക്കും പൊതുസമൂഹത്തിന് രാജ്ഭവന്റെ പ്രവർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മികച്ച അവസരമായി മാറുമെന്ന് ഗവർണറും അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി. ശരി, എന്തായാലും ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇത് കൃത്യമായ മഞ്ഞൊരുക്കമാണ് എന്ന് മാത്രമല്ല പുതിയൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്. കാരണം ഗവർണറുമായുള്ള അനുനയത്തിന് സർക്കാർ നീങ്ങുന്നു, ഒപ്പം ഗവർണറും സർക്കാരുമായി വെടിനിർത്തലിന് തയ്യാറാവുന്നു എന്നതാണ്. അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗവർണർ ഇക്കാര്യത്തിൽ സൂചന നൽകിയിരുന്നു. എന്നും സർക്കാരുമായി നല്ല ബന്ധത്തിനാണ് ശ്രമിച്ചിട്ടുള്ളത്, മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിൽ കോട്ടമുണ്ടായിട്ടില്ല എന്നുകൂടിയാണ് ഗവർണർ വ്യക്തമാക്കിയത്. അതിന് തുടർച്ചയാണിപ്പോൾ രാജ്നാഥ് വിശ്വനാഥ് ആർലേക്കറുടെ നീക്കത്തിൽ കൂടി പ്രകടമാവുന്നത്. എന്തായാലും നേരത്തെ ഈ ഭാരതാംബ ചിത്രം വെച്ച ആ നീക്കത്തിൽ നിന്ന് ഗവർണർ പിന്മാറിയിരിക്കുന്നു. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഈ വിഷയത്തിൽ സർക്കാർ എന്തായാലും ഭാരതാംബ ചിത്രമുള്ള ഒരു വേദിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് ആഗ്രഹിച്ചിരുന്നില്ല. അത് കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതിന് രാജ്ഭവൻ തയ്യാറാവുകയും ചെയ്തു. ഇതിൽ രാജ്ഭവൻ്റെ എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? നേരത്തെ അവർ പറഞ്ഞിരുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഒഴികെയുള്ള എല്ലാ ചടങ്ങുകളിലും ഈ ചിത്രം പ്രദർശിപ്പിക്കുമെന്നായിരുന്നു. അങ്ങനെ ഭാരതാംബ ചിത്രം ഇവിടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ലായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടതിന് വേണ്ടിയിട്ടാണ് രാജ്ഭവൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. കാരണം ഈ രാജ്ഭവനും ഗവർണറും, അല്ലെങ്കിൽ രാജ്ഭവനും ഗവർണറും ഒക്കെ സർക്കാരുമായി എപ്പോഴും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി എപ്പോഴും ഭരണകാര്യങ്ങളിൽ അടക്കം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നത് രാജ്ഭവനും അതോടൊപ്പം സർക്കാരിനും ഭൂഷണമല്ല. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മഞ്ഞുരുക്കലിന്റെ ഒരു വേദി കൂടിയായി ഈ ഇൻഹൌസ് ജേണലിന്റെ, രാജഹംസ ജേണലിന്റെ പ്രസിദ്ധീകരണ വേദി മാറിയതെന്ന് വേണം പറയാൻ. എന്തായാലും മുഖ്യമന്ത്രി കൃത്യമായി അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ ആശംസാ പ്രസംഗത്തിനിടയിൽ എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അതായത് ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോഴും അതിനെ സ്വാഭാവികമായി തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്താണ് ജനാധിപത്യത്തിന്റെ വിജയം എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഈ ലേഖനത്തിലെ, ഈ ജേണലിലെ 29-30 പേജുകളിൽ അടക്കം ഗവർണറുടെ
നിയമോപദേഷ്ടാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് അത് ഒരിക്കലും സർക്കാർ നയമായി വ്യാഖ്യാനിക്കപ്പെടരുത്. അത് ഗവർണറുടെ നിലപാടാണ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് ജനാധിപത്യമാണ്. ഇവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നുവരും. അത് പ്രകടിപ്പിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അതിന്റെ കഴുത്ത് ഞെരിക്കുന്നതല്ല ജനാധിപത്യ രീതി, സർക്കാരിന്റെ രീതി. അതിനെ സ്വാഗതം ചെയ്യുന്നതാണ്. അത്തരത്തിലായിരുന്നു മുഖ്യമന്ത്രി ആ ജേണലുമായി ബന്ധപ്പെട്ട് അടക്കം നടത്തിയ ലേഖനവുമായി ബന്ധപ്പെട്ട് അടക്കം നടത്തിയ അദ്ദേഹത്തിന്റെ പ്രതികരണം. സമാനമായ തരത്തിൽ ആണ് ഗവർണറും ഈ ലേഖനം ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഇൻഹൌസ് ജേണൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോക് ഭവനായി രാജ്ഭവനെ മാറ്റുകയാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് രാജ്ഭവനിൽ എന്ത് നടക്കുന്നു എന്നത് സാധാരണക്കാരായ ജനങ്ങളെ കൂടി അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത്തരത്തിലൊരു ജേണൽ പ്രസിദ്ധീകരിക്കുന്നതെന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും വ്യക്തമാക്കിയത്. ഈ അഡ്വക്കേറ്റ് ശ്രീകുമാർ എഴുതിയ ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം എങ്ങനെയാണ്, ഗവർണറുടെ അധികാരത്തെ എങ്ങനെയാണ് രാജ്ഭവൻ തന്നെ വിവക്ഷിക്കുന്നത്? മുഖ്യമന്ത്രി അതിന്റെ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞല്ലോ. ലേഖനത്തിന്റെ അതായത് ചിത്രങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ കൃത്യമായി ഈ ഭരണഘടന ഗവർണർക്ക് നൽകുന്ന അധികാരങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഈ സർക്കാർ ഭരിക്കുമ്പോഴും ജനാധിപത്യ രീതിയിൽ സർക്കാർ ഭരണം നടത്തുമ്പോഴും ഗവർണർക്ക് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കാനാകും. ആർട്ടിക്കിൾ 200 ഈ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും അവിടെ കൃത്യമായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം ഗവർണറുടെ വിവേചനാധികാരങ്ങൾ, ഡിസ്ക്രിഷണറി പവേഴ്സ് എന്തൊക്കെയാണ്, അതോടൊപ്പം ഗവർണർക്ക് കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു വ്യക്തതയാണ് ഈ ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി അത് ഈ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ ഗവർണർക്ക് കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഈ ലേഖനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഈ ലേഖനം രാജ്ഭവനിൽ നിന്ന് ഗവർണർ പ്രസിദ്ധീകരിക്കുന്നതാണ്, ഗവർണർക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്. അതിനെ ഒരിക്കലും സർക്കാർ നിലപാടോ നയവുമായി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇതിൽ ഡാൻ സൂചിപ്പിച്ചതാണ് എന്റെ കൃത്യമായ വസ്തുത. ഗവർണറുടെ ലീഗൽ അഡ്വൈസറായ അഡ്വക്കേറ്റ് ശ്രീകുമാറിന്റെ ലേഖനമാണ്. ഇതിൽ തമിഴ്നാട് സർക്കാരിന് അനുകൂലമായി ഈ അടുത്ത് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധി അതടക്കം പരാമർശിച്ചുകൊണ്ടാണ് ഈ ലേഖനം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ബില്ലുകൾ അനാവശ്യമായി പിടിച്ചുവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായത്. ഇതിൽ ഗവർണറുടെ വാദം വിശദീകരിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഭരണഘടനാപരമായ ചില പിന്തുണകളും നീക്കങ്ങളും അടക്കം അവകാശപ്പെട്ടുകൊണ്ടുള്ളതാണ് ഈ ലേഖനമെന്ന് മനസ്സിലാക്കാം. എന്തായാലും ഈ ലേഖൻ്റെ ഉള്ളടക്കം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആ ഉള്ളടക്കത്തിലേക്ക് കൂടി വരാം. എന്തായാലും മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി നിലപാടെടുത്തെങ്കിൽ കൂടിയും ഇരു സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഒരു വെടിനിർത്തലിന് ഇപ്പോഴത്തെ നീക്കമുണ്ടാവുന്നു. മുഖ്യമന്ത്രി അവിടെ പങ്കെടുക്കുന്നു. ഭാരതാംബ ചിത്രം ഒഴിവാക്കും.